നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗ്ലാദേശ് ICC T20 വേൾഡ് കപ്പ് ബോയ്ക്കോട്ട് ചെയ്തു. പകരം സ്കോട്ട്ലൻഡിനെ വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്തി. ഇന്നലെ നമ്മുടെ മലയാള മാധ്യമങ്ങളിലടക്കം വലിയ തലക്കെട്ടോടുകൂടി വന്ന വാർത്തയാണ്. ഇന്നലെ സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്ക് വാർത്തയുമായിട്ട് എത്താഞ്ഞത്. എന്നാൽ ഇതുവരെ ICC ഒഫീഷ്യലി സ്കോട്ട്ലൻഡിനെ വേൾഡ് കപ്പിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുമില്ല. BCB ഒഫീഷ്യലി ഞങ്ങൾ വേൾഡ് കപ്പ് ബോയ്ക്കോട്ട് ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പോഴും ഈ വന്ന വാർത്ത എന്താ? വാർത്തയുടെ അടിസ്ഥാനം എന്താ? അതിന് അടിസ്ഥാനമില്ലായ്മയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഫൈനലായിട്ട് ഇതാ BCB വരുന്നില്ല, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പിന് വരുന്നില്ല, വേൾഡ് കപ്പ് കളിക്കുന്നില്ല, ബോയ്ക്കോട്ട് ചെയ്തു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ അതിലേക്ക് നയിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത് നമ്മൾ വിശദമായിട്ട് നോക്കുന്നു. അതുപോലെ ബംഗ്ലാദേശി ക്രിക്കറ്റ് താരങ്ങളുടെ നിലപാട് എന്താണ് എന്നുകൂടി നോക്കിയാണ്. അതായത് ICC BCBക്കൊരു ഡെഡ് ലൈൻ ടൈം കൊടുത്തിരുന്നു, 24 hours ഡെഡ് ലൈൻ ടൈം. അത് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് ICC പറഞ്ഞു, ഒന്നുകിൽ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്ത് ഇവിടെ കളിക്കാം, അല്ലാതെ കളി ശ്രീലങ്കയിലേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഇതിലെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 24 മണിക്കൂറിനകം അറിയിക്കണം. ഇതാണ് ICC BCBക്ക് കൊടുത്ത ഡെഡ് ലൈൻ അൾട്ടിമേറ്റം. അതേസമയം BCB ഇത് ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കട്ടെ എന്നാണ് ICCയോട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് BCB സംസാരിച്ചു. പ്ലെയേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളും BCBയുടെ തലപ്പത്തിരിക്കുന്നവരും ചേർന്നുകൊണ്ട് മീറ്റിംഗ് നടത്തി. അതിനുശേഷം ICCയോട് പ്രത്യേകിച്ചൊരു കാര്യവും അറിയിച്ചിട്ടില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം BCB പ്രസിഡന്റ് അമിനുൽ ഇസ്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ് അഡ്വൈസറും മാധ്യമങ്ങളെ കണ്ട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അവർ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറല്ല എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. BCB പ്രസിഡന്റ് അമിനുൽ ഇസ്ലാം സംസാരിച്ചിരുന്നത് ഒരു ലാസ്റ്റ് മിനിറ്റ് മിറാക്കിൾ സംഭവിക്കുമോ എന്നുള്ള ഒരു രൂപത്തിലാണ്. പക്ഷെ അതിനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസം വോട്ടിംഗ് ഒക്കെ നടന്നിരുന്നു. ICC ബോർഡിൽ ഇതുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് നടന്നിരുന്നു. ആ വോട്ടിംഗ് നടന്നതിൽ 2 ബോർഡുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഇന്ത്യയിൽ തന്നെ കളി നടത്തുക എന്ന രൂപത്തിലാണ് വോട്ട് ചെയ്തത്. 2 ബോർഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബംഗ്ലാദേശിൻ്റെ ബോർഡും മറ്റൊന്ന് പാകിസ്ഥാൻ്റെ ബോർഡുമാണ്. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ICC മുന്നോട്ടേക്ക് വെക്കുന്നത് ഇന്ത്യയിലേക്ക് വരിക, ഇവിടെ കളിക്കുക, അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി വേറെ ടീമിനെ കളിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഒരു മുഴുവൻ ദിവസവും BCBക്ക് മുന്നിൽ ഉണ്ടായിരുന്നു തീരുമാനം അറിയിക്കാൻ. എന്നാൽ ആസിഫ് നസ്രുൽ, ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ് സ്പോർട്സ് അഡ്വൈസർ, ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ICC ടൂർണമെൻറ്റ് ഇന്ത്യയിലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ICC ഒരു സെക്യൂരിറ്റി റിസ്ക്കുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളുടെ ഒരു പ്ലെയർക്ക് അവർക്ക് സേഫ്റ്റി ഉറപ്പാക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ മുസ്തഫിസുർ റഹ്മാൻ്റെ കാര്യം വെച്ച് പറയുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ മുഴുവൻ ടീമിനും, ജേർണലിസ്റ്റുകൾക്കും അതുപോലെ മറ്റ് ഫാൻസിനും അവർക്ക് സെക്യൂരിറ്റി ഉറപ്പാക്കാൻ പറ്റുക? ഈ വിഷയത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഒരു എക്സ്റ്റൻഷനാണ് എന്നാണ് അയാൾ പറയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് കൃത്യമായിട്ടൊരു വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള നീക്കവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യയിൽ കളിക്കുന്നത് സേഫല്ല, ഞങ്ങൾ അങ്ങോട്ടേക്കില്ല എന്നാണ് ആസിഫ് നസറുൽ പറഞ്ഞത്. അപ്പോൾ കാര്യം വ്യക്തമാണ്, ഇന്ത്യയിലേക്കില്ല. ബാക്കി ഇനി തീരുമാനം ഒഫീഷ്യലി പറയേണ്ടത് ICC ആണ്. ICCയുടെ തീരുമാനം എന്താണെന്നുള്ളത് വ്യക്തമാണ്. ഇനി സ്കോട്ട്ലൻഡിനെ പകരം എടുക്കുക. അപ്പോൾ എന്തുകൊണ്ട് സ്കോട്ട്ലൻഡ് എന്ന് ചോദിച്ചാൽ, സ്കോട്ട്ലൻഡാണ് നെക്സ്റ്റ് ഹയസ്റ്റ് റാങ്ക്ഡ് ടീം എന്ന രൂപത്തിലാണ് സ്കോട്ട്ലൻഡിനെ ഇറക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശി താരങ്ങളുടെ അവസ്ഥ എന്താണ്? അവർ ഹെൽപ്ലെസ് ആണ്. അവർ ശരിക്കും ഹെൽപ്ലെസ് ആണ്. കാരണം ഇന്നലെ ബോർഡ് മീറ്റിംഗ് BCBയുടെ തലപ്പത്തിരിക്കുന്നവരും ഇങ്ങനെ ഗവൺമെൻറ് സ്പോർട്സ് അഡ്വൈസറും ഒക്കെ ആയിട്ട് അവരുടെ താരങ്ങൾ കണ്ടിരുന്നെങ്കിലും അത് അവരോട് എന്താണ് വേൾഡ് കപ്പ് കളിക്കാനുള്ള തീരുമാനമുണ്ടോ ഇല്ലയോ, എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനല്ല. ഗവൺമെൻറ് തീരുമാനം അങ്ങോട്ടേക്ക് പറയുകയാണ് ചെയ്തത്. The meeting was called not give our consent as it was made out to be initially. Rather, we were called so that we
വി ആർ അവെയർ ഓഫ് ദി ഗവൺമെൻറ് ഇൻ ദി ഓർഗനൈസിങ് ക്രൈസിസ് എന്നാണ് ഇന്നലെ ആ ഒരു മീറ്റിങ്ങിന് ശേഷം ഒരു താരം പറഞ്ഞത്. പേര് എന്തായാലും ചില ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ക്രിക്ക് ബസ് പറയുന്നില്ല. തീരുമാനം ഓൾറെഡി എടുത്തു വന്നിരുന്നു, ഞങ്ങളോടത് പറയുക മാത്രമാണ് ചെയ്തത്, എന്നല്ല ഞങ്ങൾക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് ബംഗ്ലാദേശി ക്രിക്കറ്റർ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ക്രിക്കറ്റർ വളരെ കൃത്യമായിട്ട് പറയുന്നു, ക്രിക്കറ്റ് ഈസ് ഫിനിഷ്ഡ്. അതായത് ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് അവസാനിക്കുകയാണ്. നമ്മൾ വേൾഡ് കപ്പിന് പോകുന്നില്ലെങ്കിൽ നഷ്ടം നമ്മുടെ ടീമിന് മാത്രമാണ്. ആരാണിതൊക്കെ നോക്കുന്നത് എന്നാണ് ആ ഭാഗത്തു നിന്നുള്ള മറ്റൊരു താരത്തിൻ്റെ ചോദ്യം. അപ്പോൾ ഇങ്ങനെ അവരുടെ താരങ്ങൾക്ക് ഇവിടെ വന്ന് കളിക്കണം എന്നൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിക്കുന്നില്ല. ഗവൺമെൻറ് ശക്തമായിട്ട് നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഡ്രാമ അവിടെ നടന്നു എന്നതാണ് ഇതിൽ പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി വളരെ വീക്കായിട്ടുള്ള കുറേ ടീമുകൾ ഈ വേൾഡ് കപ്പിലുണ്ട്. അപ്പോൾ ബംഗ്ലാദേശ് ഇത്ര മഹാ ടീമായിട്ടല്ല, ഒരു ടെസ്റ്റ് പ്ലേയിങ് നേഷനാണ്. അപ്പോൾ ആ ടീമിന് പകരം ഈ പറയുന്ന ടീമിനെ, അതായത് ബംഗ്ലാദേശിനെ സ്കോട്ട്ലൻഡിനെ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി വളരെ കുഞ്ഞൻ ടീമുകൾ വെച്ച് നടത്തുന്ന ഒരു വേൾഡ് കപ്പ്. നെതർലൻഡ്സ് ഉണ്ട്, USA ഉണ്ട്, നെമീബിയ ഉണ്ട്, അങ്ങനെ പിന്നെ വരുന്ന ആരാണ്, ഇതുപോലെ തന്നെ സിംബാബ്വെ കളിക്കുന്നുണ്ട്, അയർലൻഡ് കളിക്കുന്നുണ്ട്, ഇറ്റലി കളിക്കുന്നുണ്ട്, നേപ്പാൾ കളിക്കുന്നുണ്ട്, UAE കളിക്കുന്നുണ്ട്, കാനഡ കളിക്കുന്നുണ്ട്. ഇവരൊക്കെ വെച്ചിട്ട് നിങ്ങൾ കരുതുന്നുണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് ആവേശകരമായ പോരാട്ടങ്ങളുടേതായിരിക്കുമെന്ന്? ഒന്നുമല്ല, ഒരിക്കലുമല്ല. ഇപ്പോൾ നടക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് സീരീസിൽ അതിൻ്റെ പോലും ആവേശം ഗ്രൂപ്പ് സ്റ്റേജിൽ ഈ വേൾഡ് കപ്പ് ക്രിക്കറ്റിന് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിലാണ് സ്കോട്ട്ലൻഡ് കൂടി വരുന്നത്. അപ്പോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ച് ഗുണമുണ്ടാക്കുന്ന ഒന്നല്ല, കൃത്യമായ രാഷ്ട്രീയമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വിക്രാന്ത് ഗുപ്തയുടെ ഒരു ട്വീറ്റ് കണ്ടു. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് ഇറ്റ് ഈസ് നോട്ട് എ ഡേ ഫോർ ക്രിക്കറ്റ് ടു സെലിബ്രേറ്റ് ഇഫ് എ മെമ്പർ നേഷൻ ഈസ് പുള്ളിങ് ഔട്ട് ഓഫ് ദി വേൾഡ് കപ്പ്. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ബംഗ്ലാദേശി ക്രിക്കറ്റേഴ്സിൻ്റെ കാര്യത്തിൽ നിരാശയുണ്ട്. കാരണം അവർ വേൾഡ് കപ്പ് കളിക്കാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അവരുടെ ഗവൺമെൻറ് ക്രിക്കറ്റിനെ കൃത്യമായിട്ടും ആൻറ്റി ഇന്ത്യ സെൻറ്റിമെൻറ്റ് വർക്കൗട്ട് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഇവിടെ ക്രിക്കറ്റ് പവർ ഹൗസാണ്. സോ ഇന്ത്യ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ICC എടുത്ത തീരുമാനം അതാണ്, ഒന്നുകിൽ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരു ടീമിനെ കൊണ്ട് വേൾഡ് കപ്പ് കളിപ്പിക്കും. പക്ഷേ ഇതുവരെ ഒഫീഷ്യലി സ്കോട്ട്ലൻഡിനെ വേൾഡ് കപ്പിൻ്റെ അടുത്തത് പ്രഖ്യാപിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ അത് ഉണ്ടാവും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.